ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് പരാശക്തിയായ ദേവിയുടെ ഒരു നാമത്തിൻ്റെ അർത്ഥം മാത്രമാണ്. ഒരു നാമത്തിൻ്റെ അർത്ഥം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞാൽ തീരെയില്ല. പക്ഷേ ആയിരക്കണക്കിന് നാമങ്ങൾ ദേവിക്കുണ്ട്. ആയിരക്കണക്കിന് നാമങ്ങളിൽ ഓരോന്നിനും സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ ഉണ്ട്. ലളിതാ ത്രിശതിയിലെ ഒരു നാമമാണ് ഹാഗിനി എന്നത്. പല പേര് വിളിക്കും. ദേവിക്ക് പല ചിത്രങ്ങളും വരച്ചു വയ്ക്കും. എണ്ണിയാൽ തീരാത്തത്ര ചിത്രങ്ങൾ, പടങ്ങൾ, പേരുകൾ. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും, ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചില പേരുകൾ വരുന്നതാണ്, ഇതിൽ അർത്ഥമൊന്നുമില്ല എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഹാഗിനി ഒരു ദേവതയാണ്. ദേവതയുടെ പടം വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ഉപാസിക്കുന്നവർക്ക്. എൻ്റെ വീട്ടിൽ അപൂർവമായിട്ടാണ് പടങ്ങൾ ഉള്ളത്. പടങ്ങൾ, ശില്പങ്ങൾ ഇങ്ങനെ ധാരാളമൊന്നും വയ്ക്കാറില്ല. നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചില ഫോട്ടോസ് വയ്ക്കും. എന്തിനാണത്? ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യേണ്ട ചില കാര്യമുണ്ടാവും. ആ റെഫർ ചെയ്യാപ്പോൾ തന്നെ മേശപ്പുറത്തൊരു നോട്ട് ബുക്കാണ്, വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും. വെറുതെ വീട് നമ്പർ എന്താണെന്ന് ചോദിക്കുക ആരെങ്കിലും, അപ്പോൾ അത് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഇലക്ട്രിസിറ്റി ലൈൻ, നിങ്ങളുടെ ലൈൻ എത്ര അറിയേണ്ടി വരും. ചിലവരുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ആവശ്യം വരുന്ന ചില നമ്പറുകളുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ആ നോട്ട് ബുക്കിൽ ഉണ്ടാവുന്ന പോലെ ഇടയ്ക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ട ചില ദേവതകൾ ഉണ്ടാകും. വാസ്തു, അപ്പോൾ ചിലത് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ വാസ്തുവിൻ്റെ ആവശ്യം വരുമ്പോൾ എനിക്ക് നോട്ടം കിട്ടുന്നിടത്തിൽ തന്നെ വാസ്തുദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതേപോലെ ചില ദേവതകളുടെ കൂട്ടത്തിൽ ഈ ഹാഗിനിക്ക് പ്രത്യേകത. ഹാഗിനി ദേവി 4 കരങ്ങളിലും 4 തത്വങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ മുറുകെ പിടിച്ച തത്വങ്ങൾ എന്താണ് എന്നൊന്ന് ചിന്തിക്കണമെങ്കിൽ ഹാഗിനിയുടെ ഫോട്ടോ വേണ്ടി വരില്ലേ? അതിനല്ലേ ചിത്രകാരൻ അത് ചിത്രരൂപത്തിൽ വരച്ചത്. ചിത്രകാരൻ ചിത്രരൂപത്തിൽ വരയ്ക്കാനുള്ള കാരണം നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 കരങ്ങൾ, ഒരു കരത്തിൽ ഡമരു, നമ്മൾ ഉടുക്ക് എന്ന് പറയും. ഈ ഉടുക്കിന് വളരെ വലിയ അർത്ഥതലങ്ങളുണ്ട്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തി കാണാൻ വന്നു. അപ്പോൾ രഹസ്യങ്ങളിൽ വെച്ച് വലിയ രഹസ്യം ഒരു ശിഷ്യന് ഉപദേശിക്കുക എന്നല്ലാതെ പുസ്തകത്തിൽ അങ്ങനെ എഴുതില്ല. ഇമ വെട്ടാതിരിക്കുന്ന ഒരു ശിഷ്യനോട് ഗുരുവിന് അസാധാരണ വാത്സല്യം തോന്നുമ്പോഴാണ് അതൊക്കെ പറയാറുള്ളൂ. എങ്കിലും ഉടുക്ക് എന്ന് പറഞ്ഞാൽ, ചെണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കമാണ്. അതങ്ങോട്ട് വിലങ്ങനെ വെച്ചാൽ 2 ഭാഗമുണ്ട്.
രണ്ട് ഭാഗത്തും ഉടുക്ക് കൊട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ ഉടുക്ക് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് മുതലുണ്ടാക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞ് മുതലുണ്ടാക്കി. അങ്ങനെ ഇരിക്കെ വിഷയം ഒന്ന് മാറും. ഈ മുതലുണ്ടാക്കുന്നതിൽ അർത്ഥമില്ലാന്നും വരും. രണ്ടും വരും. ഇതാണ് ഉടുക്കിൻ്റെ രണ്ട് വശം. അവിടെയും കൊട്ടും ഇപ്പുറത്തും കൊട്ടും. ഉള്ളിലൊരു ഉടുക്ക് ഉണ്ട്. ആ ഉടുക്ക് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. ആ അർത്ഥതലത്തിൽ നിന്നാണ് ശബരിമല ഭക്തന്മാർ ഉടുക്ക് കൊട്ടി പാടുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗം വലതുഭാഗം കൂടിയിട്ട് ഇങ്ങനെ ഉടുക്ക് കൊട്ടുക. ശിവനാകട്ടെ നൃത്തം ചെയ്യുകയാണ്. ഏത് വികാരവും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അത് നൃത്തമായിട്ട് വരും. ഹാരിനി ദേവിയുടെ, ആ ദേവതയുടെ ഒരു കരത്തിൽ ഡമരു ഉണ്ട്. നമ്മുടെ ജീവിതമാണ് ഡമരു. നമ്മുടെ ചിന്തകളാണ് ഡമരു. അപ്പുറത്ത് തലയോട്, കപാലം. ഡമരു നാദമാണ്, ആകാശതത്വമാണ് പ്രതികരിക്കുന്നത്. ആകാശത്തിൻ്റെ സ്വഭാവമാണ് നാദം എന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് നാദത്തിൽ നിന്നാണ്. നാദം നാദം എന്ന് നമ്മൾ പറയുമ്പോൾ ഓംകാരമാണ് തുടക്കം. ആ ഊ മ എന്ന മൂന്നക്ഷരമാണ് ഓംകാരം. ഈ ഡമരു കഴിഞ്ഞ കപാലം എന്ന തലയോട് മരണത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. വായു തത്വമാണ്. വായു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരണമാണ് വരം. മരിച്ചാൽ മൂക്കിൻ്റെ താഴെ വിരൽ വയ്ക്കും. വിരൽ വെച്ചിട്ട് കാറ്റ് പോയി നമ്മൾ പറയാറില്ലേ? അവളെ ജീവിതം അവസാനിക്കുന്നു. ഒരു തലയോടാണ് ബാക്കി. ഏത് മനുഷ്യജന്മത്തിൻ്റെ അവസാനം കപാലം തലയോട് ആണ്. ഹിമാലയത്തിലെ ഋഷിമാർ തലയോടും കൊണ്ട് നടക്കുന്നവരുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ കുറച്ചൊരു ചീത്തപ്പേര് അറിയാത്തവർ അവരെക്കുറിച്ച് പറയും, മനുഷ്യനെ കൊന്നിട്ട് തലയോടും കൊണ്ട് നടക്കുകയാണെന്ന്. അങ്ങനെയല്ല. ശ്മശാനത്തിൽ നിന്നും അവർ എടുക്കുന്ന തലയോടാണ്. ആ തലയോട് കയ്യിൽ വയ്ക്കുമ്പോൾ മരണചിന്ത ഉണ്ടാകണം. മരണചിന്ത കൂടെ കൊണ്ടു നടക്കണം. എന്നാൽ പിന്നെ വേറെ വല്ല കാര്യം നടക്കുമോ? കാര്യങ്ങൾ നടത്തും വേണം, മരണചിന്തയും വേണം. അതാണ് ആഗിനി എന്ന ദേവത കപാലം പിടിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കരത്തിലാണ് അക്ഷമാല. ഈ അക്ഷമാല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആണ്. എൻ്റെ കാശി എന്ന നോവലിൽ, ആ നോവലിലെ കഥാനായകനോട് അമ്മ പറയുന്നുണ്ട്, തലമുറകളായിട്ട് കാശിയിൽ പോയിട്ട് ഗംഗയിൽ മുക്കി വീണ്ടും ഇവിടെ പൂജാമുറി കൊണ്ടു വയ്ക്കുന്ന ഒരു അക്ഷമാലയുണ്ട്. അമ്മ മകനോട് പറയാണ്, അത് നീ എടുത്തു കൊണ്ടുപോയി വാരാണസിയിൽ ഗംഗയിൽ മുക്കി കൊണ്ടുവരണം, നിൻ്റെ കർത്തവ്യമാണ്. നിനക്ക് ശേഷം അത് ഇതേമാതിരി മുക്കി കൊണ്ടുവരാൻ നിനക്ക് പുത്രനില്ല, കല്യാണം കഴിച്ചിട്ടില്ല, സമയം കഴിഞ്ഞ ആളാണ് കഥാപാത്രം.
അത് കുറച്ചും കൂടി ഫീൽ ചെയ്യാനാണ് ഈ അക്ഷമാലയെ എടുത്തതെങ്കിലും അക്ഷമാല ജീവാത്മാവും പരമാത്മാവും കൂടി ചേർക്കുന്ന വസ്തുവാണ്. ജീവാത്മാവും പരമാത്മാവും കൂടി ചേർക്കണം. ചേരുന്നത് വിളക്കി ചേർക്കലാണ്. വിളക്കി ചേർക്കാൻ അഗ്നി വേണം. അങ്ങനെയാണ് വിളക്ക് എന്നുള്ള വാക്ക് വന്നത്. അഗ്നി വേണം വിളക്കി ചേർക്കാൻ. ഏതിനൊന്ന് ചൂടാക്കണം. രണ്ട് ഭാഗം ചൂടാക്കുമ്പോഴാണ് വിളക്കി ചേർക്കാനായിട്ട് കഴിയുന്നത്. ജീവാത്മ പരമാത്മ ബന്ധത്തെ ശരിക്കും വിളക്കി ചേർക്കുന്നത് ആണ് അക്ഷമാല. എത്ര വലിയ അർത്ഥമാണ് ഉള്ളത്. വേറെ കയ്യിൽ ജ്ഞാനമുദ്ര. ജീവിതത്തിലേക്ക് വരികയാണ്. അക്ഷമാല അഗ്നിതത്വമാണെങ്കിൽ ജലതത്വവും ഭൂമി തത്വവും കൂടി ഒരുമിച്ച് ജ്ഞാനമുദ്രയിൽ വന്നു. ചിന്മുദ്രയാണ് അവിടെ കാണുന്നത്. ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ചേർത്ത് വട്ടത്തിലാക്കിയാൽ വൃത്തമായിട്ട് വരും. ചൂണ്ടുവിരൽ തള്ളവിരൽ ചേരുക, രണ്ടും കൂടി ചേരുമ്പോൾ വൃത്തമായിട്ട് വരും. ഈ വൃത്തമാണ് പ്രപഞ്ച ജീവിതം. അതിൽ നിന്നാണ് വൃത്തി എന്നുള്ള വാക്ക് വന്നത്. അതിലോട്ട് യോജിക്കാത്ത കാര്യങ്ങളെ വൃത്തികേടുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. രണ്ട് വിരലും കൂടി യോജിക്കുമ്പോൾ ചിന്മുദ്രയിൽ ചൂണ്ടുവിരലും തള്ളവിരലും ഇത് രണ്ടും കൂടി യോജിക്കുമ്പോൾ ബാക്കി 3 വിരൽ മാറിയുന്നു. അതിൻ്റെ മീനിങ് സത്ത് രജ തമോ ഗുണങ്ങൾ 3 അതിൽ നിന്ന് അതീതമായി. അതാണ് ഈ 3 നിന്ന് മാറിയത്. ഇതൊന്നും കിടക്കല്ല. ഇതുവരെ പറഞ്ഞ ജലതത്വത്തിൽ നിന്ന് ഭൂമി തത്വമായിട്ട് ചേർന്നു. അത് റൗണ്ടായി. അതിനെ നമ്മൾ ധാര എന്ന് വിളിക്കാറുണ്ട്. അത് കുറേ കൂടി ആഴത്തിലേക്കുള്ള സബ്ജക്റ്റിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇവിടെ വിഷയം ഹാഗിനി എന്ന ദേവതയാണ്. ആ ദേവത ത്രിശതിയിൽ ഹാഗിനി 4 കൈകളിലും 4 മുദ്രകളോടുകൂടി നിൽക്കുന്നത് വളരെ ചിന്തിക്കാനും പഠിക്കാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.